ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ മോൺസ്റ്റർ ഫിലിമാണ്. 2020 പുറത്തിറങ്ങിയിട്ടുള്ള മോൺസ്റ്റർ ഹണ്ടർ. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ സിനിമയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പുതിയൊരു ലോകമാണ് കാണിക്കുന്നത്, മോൺസ്റ്റേഴ്സിൻ്റെ ലോകം. ഇവിടെ ഒരു കപ്പൽ ഒരു വലിയ മരുഭൂമിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് പകരം ഇവിടെ മണലാണ് കേട്ടോ. ആ ഒരു കപ്പലിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹണ്ടേഴ്സ് ഉണ്ട്. വെറും ഹണ്ടേഴ്സ് അല്ല, മാൺസ്റ്റർ ഹണ്ടേഴ്സ്. പെട്ടെന്നാണ് ഈ ഒരു കപ്പലിനെ ഒരു വലിയ മാൺസ്റ്റർ വന്ന് ആക്രമിക്കുന്നത്. അത് ഡയാബ്ലോസ് ആയിരുന്നു. കൊമ്പൊക്കെയുള്ള ഒരു സബ്ടെറേനിയൻ മോൺസ്റ്റർ. ഈ ഹണ്ടേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ഡയബ്ലോസിനെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഈ ആക്രമണത്തിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മരുഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. ആ കപ്പലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നതും കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ US ആർമി റേഞ്ചറായിട്ടുള്ള ക്യാപ്റ്റൻ നറ്റാലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ബ്രാവോ ടീം എന്ന് പറയുന്ന മറ്റൊരു സംഘത്തെ കാണാതായതിനെ തുടർന്നിട്ട് അവരെ തെരഞ്ഞു വന്നിരിക്കുകയാണ്. ബ്രാവോ ടീം അവസാനമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റേഡിയോ സന്ദേശവും കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ നറ്റാലി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവരെ ഈ ഒരു മരുഭൂമിയിൽ ഇവർ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു തുമ്പും ഇവർക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്നാണ് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ ട്രക്കിൽ കയറിയിട്ട് വേഗം അവിടെ നിന്നും പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഒരു കൊടുങ്കാറ്റിൽ ഇവരുടെ വണ്ടി മൊത്തത്തിൽ അകപ്പെടുകയാണ്. ഈ ഒരു കൊടുങ്കാറ്റ് കാരണം നേരത്തെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പുതിയ ലോകത്തേക്ക് ഇവർ ആ ഒരു പോർട്ടലിലൂടെ പോവുകയാണ്. ഈ കൊടുങ്കാറ്റ് മാറിയതിന് ശേഷം ഇവരെല്ലാവരും കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റും മണൽത്തരികൾ മാത്രം. ഇവരെവിടെ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവരെല്ലാവരും കൂടി അവിടെ മൊത്തം തിരയാനായിട്ട് ആരംഭിച്ചു. നേരത്തെ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ബ്രാവോ ടീമിന്റെ വാഹനങ്ങളും അവരുടെ ശവശരീരങ്ങളും ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തോ തരത്തിലുള്ള തീ ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ മണൽത്തരികൾ പോലും ഇപ്പോൾ ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത്രയും പവറുള്ള തീയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു വലിയ ജീവിയുടെ, എന്തോ ഡൈനോസറിൻ്റെ ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള വലിയ അസ്ഥികളും മറ്റൊക്കെ ഇവർ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇത് ഏത് ലോകത്തേക്കാണ് ഇവർ ചെന്നെത്തിയിരിക്കുന്നതാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹണ്ടറെയാണ് പിന്നീട് കാണിക്കുന്നത്. ഇവർക്ക് ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഡയബ്ലോസ് എന്ന് പറയുന്ന ഒരു ജീവി അവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. ഇവന് നേരെ ഇപ്പോൾ ഒരു വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഡയബ്ലോസ് എന്ന് പറയുന്ന ആ ഒരു കൊടും ഭീകരൻ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വണ്ടിയും എടുത്തുകൊണ്ട് അതിന് നേരെ ഫയറൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. ഈ സോൾജേഴ്സിന്റെ ഒരു വാഹനം മൊത്തത്തിൽ അത് തകർത്ത് കളഞ്ഞു. ശേഷിക്കുന്ന സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് നേരെ ഇങ്ങനെ നിറയൊഴിച്ചു. അങ്ങനെ ഇവരുടെ രണ്ടാമത്തെ വാഹനം ഈ ഒരു ഡയബ്ലോസ് തകർത്ത് എറിയാണ്. എന്നിട്ട് അതിലൊരു സോൾജർ ആണെന്നുണ്ടെങ്കിൽ കൊമ്പിൽ കോർത്തിരിക്കുകയാണ്. ഈ സോൾജർ ആണെന്നുണ്ടെങ്കിൽ ഒരു പണി ചെയ്തു. ആ ഒരു ഡയബ്ലോസിന്റെ മുഖത്തേക്ക് തന്നെ ഒരുപാട് ഗ്രാനേഡ്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതങ്ങോട്ട് ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിത്തെറിച്ചു എന്നതല്ലാതെ അതിനൊരു കുഴപ്പവും പറ്റിയില്ല. അങ്ങനെ ക്യാപ്റ്റൻ നറ്റാലിയും ബാക്കി വന്ന കുറച്ച് സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പാറക്കെട്ടുകൾക്കിടയിലേക്ക് പോവുകയാണ്. കാരണം ഈ ഒരു ജീവിക്ക് അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് പറ്റില്ലല്ലോ. പെട്ടെന്നാണ് ഈ ഒരു ഗുഹയിലേക്ക് മോൺസ്റ്റർ സൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്പൈഡേഴ്സ് വരുന്നത്. അതിന്റെ പേര് നെഴ്സിലസ് എന്നായിരുന്നു. അതിലൊരു സ്പൈഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നറ്റാലിയെ കുത്തുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇപ്പൊ അവൾക്ക് ബോധം പോകുന്നുണ്ട്. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈഡർ വരുന്നതുകൊണ്ട് തന്നെ നറ്റാലിയെ അവിടെ ഇട്ടിട്ട് അവർ പുറത്തേക്ക് ഓടുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ഒരു സ്പൈഡേഴ്സ് കൊന്നുകളയുകയാണ്. പിന്നീട് ബോധം വന്നപ്പോൾ നമ്മുടെ നതാലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൈഡേഴ്സിന്റെ കൂട്ടിലായിരുന്നു. ഒരു ഫ്ലെയർ ലൈറ്റും കത്തിച്ചിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴാണ് അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോൾജർ അങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ സ്പൈഡേഴ്സ് കുത്തിയിട്ട് പുള്ളിക്കാരുടെ ദേഹത്ത് മൊത്തം മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നതാലിയ ഈ ഒരു സ്പൈഡേഴ്സിനെ മൊത്തം തീ വെച്ച് നശിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതിഭീകരമായിട്ടുള്ള കരച്ചിലായിരുന്നു ഈ ഒരു സ്പൈഡേഴ്സ് പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ പുറത്തേക്ക് വന്നിട്ടും അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് ഈ ഒരു സ്പൈഡേഴ്സ് ഇറങ്ങി വരില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോൾ അവൾ രക്ഷപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നതിന് ശേഷം അവൾ എഴുന്നേറ്റ് നടക്കാനായിട്ട് ആരംഭിച്ചു. ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ കയറിയിട്ട് അവിടെ നിന്നും ഒരു കല്ലെടുത്തുകൊണ്ട് ആ ഒരു മരുഭൂമിയിലേക്ക് അവൾ എറിയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഡയബ്ലോസ് ഭീകരൻ അത് വന്നിട്ട് വിഴുങ്ങുകയും ചെയ്യുന്നു. ഇവർ വന്നിരുന്ന ആ ഒരു വാഹനത്തിലേക്ക് കയറാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ നതാലിയെ നോക്കുന്നത്. കാരണം അതിലാണ് വെപ്പൺസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഈ ഡയബ്ലോസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇവളിപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒക്കെ പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. വെള്ളം കിട്ടാതെ
കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ. പെട്ടെന്നാണ് നമ്മുടെ ഹണ്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. കാരണം രണ്ടുപേർക്കും രണ്ടുപേരുടെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഈ ഹണ്ടറുടെ വിചാരം ഇവളും ഇവനെ ഉപദ്രവിക്കാനായിട്ട് വന്നതാണെന്നാണ്. അങ്ങനെ നമ്മുടെ നതാലിയെ ഒരു വിധത്തിൽ ഇവൻ പിടിച്ചു കെട്ടിയിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഈ ഒരു ഹണ്ടർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആ ഒരു സ്കൈ ടവറിലേക്ക് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഹണ്ടർ. പക്ഷെ അപ്പോഴേക്കും നതാലിയാണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഇവർ തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ ഫൈറ്റിനൊടുവിൽ അറിയാണ്ട് നമ്മുടെ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്പൈഡേഴ്സിന്റെ കൂട്ടിലേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ നതാലിയാണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കുന്നു. ഞാൻ നിന്റെ ശത്രുവല്ല, ഞാൻ നിന്റെ മിത്രമാണെന്നും പറഞ്ഞിട്ട് അവന് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചോക്ലേറ്റ്, ആദ്യം അവൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കഴിച്ചു നോക്കിയപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് കുടിക്കാനായിട്ട് വെള്ളവും അപ്പോൾ അവൻ നൽകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നതാലി ആണെന്നുണ്ടെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ആ ഒരു ഡയബ്ലോസ് ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഭാഷ ഈ ഒരു ഏലിയൻ ഹണ്ടറിന് മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ ചൂണ്ടിയാണ് അവൾ കാണിച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു വെഹിക്കിൾ ഉണ്ട്, അതിനുള്ളിൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡയബ്ലോസിനെ അങ്ങനെ നമുക്ക് തീർത്ത് കളയാന്നൊക്കെ ആംഗ്യത്തിൽ ഇവൾ കാണിച്ചു കൊടുക്കുക. പക്ഷേ നമ്മുടെ ഹണ്ടറിന്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു സ്പൈഡേഴ്സിന്റെ വെനം ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ഡയബ്ലോസിനെ തീർക്കണം. ദേ ഇപ്പോൾ രാത്രിയായപ്പോൾ നമ്മുടെ നതാലിയാണെന്നുണ്ടെങ്കിൽ പാട്ടും പാടിയിട്ട് ഈ ഒരു സ്പൈഡേഴ്സിന്റെ കൂട്ടിനടുത്ത് പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും വലിയ വലിയ സ്പൈഡറുകൾ ഇവളെ ആക്രമിക്കാനായിട്ട് വരുന്നു. ഉടൻ തന്നെ നമ്മുടെ ഹണ്ടർ വന്നിട്ട് ഒരു സ്പൈഡറിനെ തീർത്ത ശേഷം അതിൽ നിന്നുള്ള വെനം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ്. അതായത് ഒരു മോൺസ്റ്ററിനെ തീർക്കാൻ മറ്റൊരു മോൺസ്റ്ററിനെ തന്നെ വേണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഈ ഒരു ഡയബ്ലോസിനെ തീർക്കാനുള്ള പണികൾ ഇവർ ആരംഭിച്ചു. അതായത് ഒരു വലിയ വീപ്പ് എടുത്തിട്ട് ഇവർ ഈ ഒരു മരുഭൂമിയിലേക്ക് എറിയും. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ ഒരു ഡയബ്ലോസ് അങ്ങോട്ടേക്ക് പോകുമല്ലോ, ആ തക്കത്തിന് ഇവർ ഈ ഒരു വണ്ടിക്കകത്ത് പോയിട്ട് വെപ്പൺസും കാര്യങ്ങളൊക്കെ എടുക്കും. അതാണ് ഇവരുടെ നിലവിലുള്ള ഇപ്പോഴത്തെ പ്ലാൻ. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു വീപ്പ എടുത്തിട്ട് ഇവർ ഈ മരുഭൂമിയിലേക്ക് എറിയുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഡയബ്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീപ്പയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഈ തക്കത്തിന് ഇവർ മറ്റേ വശത്തുള്ള ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. പക്ഷേ ഡയബ്ലോസിന് കാര്യം പിടികിട്ടി. അവനാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇവരെ ആക്രമിക്കാനായിട്ട് ഇപ്പോൾ വരുമ്പോഴേക്കും ഇത്തവണ ഞാനാണ് ബെയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ദിശയിലേക്ക് ഓടിപ്പോവാണ്. ഹണ്ടറുടെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡയബ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ നതാലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയിൽ നിന്നും ഒരുപാട് RPG മറ്റുമൊക്കെ എടുത്തിട്ട് ഇതിന് നേരെ പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ പൊട്ടിച്ചെങ്കിലും അതിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. അജാതി പവറായിരുന്നു ഡയബ്ലോസിന്. അപ്പോഴേക്കും ഈ ഒരു ഡയബ്ലോസിന്റെ തലയിലായിട്ട് ഹണ്ടർ ഒരു വലിയ വാള് കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നമ്മുടെ നതാലിയ ഈ ഒരു ജീവിയുടെ മുകളിലേക്ക് ചാടി കയറിയിട്ട് ആ ഒരു വാള് കുത്തി അമർത്തുകയാണ്. അതോടുകൂടിയിട്ട് ഡയബ്ലോസ് എന്ന് പറയുന്ന ആ ഒരു ഭീകര മോൺസ്റ്ററിന്റെ കഥ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഹണ്ടറിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഈ ഒരു ജീവിയുടെ തന്നെ ആ ഒരു വലിയ തൊലി അവൾ അടർത്തിയെടുക്കുന്നുണ്ട്. ശേഷം അതിൽ കിടത്തിയിട്ടാണ് ഹണ്ടറിനെയും കൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നത്. അടുത്ത ദിവസമായപ്പോഴേക്കും നമ്മുടെ ഹണ്ടർ ഓക്കെ ആയി. ഇവരിപ്പോൾ ആ ഒരു സ്കൈ ടവർ ലക്ഷ്യമാക്കിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ദിനോസറുകളൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു നദിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നതാലിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഹണ്ടർ മാറി നിൽക്കുന്നുണ്ട്. അവന് കാര്യം പിടികിട്ടുണ്ടായിരുന്നു. ആ മണലിൽ നിന്ന് പെട്ടെന്ന് ഒരു ജീവി വന്നിട്ട് ഇവളെ ആക്രമിക്കാനായിട്ട് നോക്കുകയാണ്. അതിനപ്പം തന്നെ നമ്മുടെ ഹണ്ടർ തീർത്തും കളയുന്നുണ്ട്. ഇനി എന്തായാലും നാളെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ തങ്ങാനായിട്ടാണ് ഇവരുടെ തീരുമാനം. ഇവരിപ്പോൾ ഇറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ജീവിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അറിഞ്ഞും പുറഞ്ഞും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാത്രി ആയപ്പോഴേക്കും രത്ലോസ് എന്ന് പറയുന്ന തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ വന്നിട്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഡൈനോസറുകളെയും ഇവരെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു കപ്പലുണ്ടായിരുന്ന നമ്മുടെ ഹണ്ടറിന്റെ ബാക്കിയുള്ള കൂട്ടുകാരും വരികയാണ്. പക്ഷേ നമ്മുടെ നതാലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവളെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹണ്ടർ കാര്യം അറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾ വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇവളിപ്പോൾ ഒരു അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു. വെറും ക്യാറ്റല്ല, അവിടുത്തെ പാചകക്കാരനായിട്ടുള്ള പൂച്ച. ഇവൾ അടുക്കളയിലേക്ക് ചെന്നത് നമ്മുടെ പൂച്ച സാർക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഈ ഹണ്ടേഴ്സിന്റെ ഹെഡ് ഇപ്പൊ നമ്മുടെ നതാലിയയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്കൈ ടവർ ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ലോകങ്ങളിലേക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു മോൺസ്റ്റേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റത്തലോസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാഗനെ ഇല്ലാതാക്കണം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ മാത്രമേ നമ്മുടെ നതാലിക്ക് വീട്ടിലേക്കും തിരിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു സ്കൈ ടവറും ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. റത്തലോസ് നമ്മുടെ ഈ ഒരു ഡയബ്ലോസിനെക്കാട്ടിയും ഇരട്ടി പവറുള്ള സാധനമായിരുന്നു. നതാലിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ ഹണ്ടേഴ്സിനെയും തന്നെ ഈ ഒരു റത്തലോസ് പൂർണ്ണമായിട്ട് തീർത്ത് കളയുകയാണ്. ഇപ്പോൾ ആകെപ്പാടി ബാക്കിയുള്ളത് എന്ന് പറയാനായിട്ട്
നമ്മുടെ ഈ ഒരു ഹണ്ടേഴ്സിൻ്റെ ഹെഡും പിന്നെ നമ്മുടെ ആദ്യത്തെ ഹണ്ടർ ഉണ്ടല്ലോ അവനും നത്താലിയും മാത്രമാണ്. ഇവർ 3 പേരും മാറി മാറി ഈ ഒരു ഡ്രാഗനെ തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അതിനെ തീർക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു ഫൈറ്റിനൊടുവിൽ നമ്മുടെ നത്താലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ടൽ വഴി വീണ്ടും ഭൂമിയിലേക്ക് ചെന്ന് പെടുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരുപാട് ആർമി ഉദ്യോഗസ്ഥർ വലിയ വിമാനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ കഥയുടെ ട്വിസ്റ്റ് പോലെ തന്നെ നമ്മുടെ റത്തലോസും ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിമാനം ഇപ്പം കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ് റത്തലോസ്. ഇവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അജാതി പവറായിരുന്നു. പോരാത്തന്നെ ഏത് നേരം തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് റത്തലോസ്. അങ്ങോട്ടേക്ക് വരുന്ന ഹെലികോപ്റ്റേഴ്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീമൻ വിമാനങ്ങൾ വരെ റത്തലോസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും തീർത്ത ശേഷം റത്തലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നത്താലിയുടെ മുമ്പിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഹണ്ടറും അതുപോലെ തന്നെ നത്താലിയും കൂടി ചേർന്നിട്ട് ഈ ഒരു മോൺസ്റ്ററിനെ അപ്പോഴേക്കും ഈ ഒരു ഹണ്ടേഴ്സിന്റെ ഹെഡും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അതായത് എപ്പോഴൊക്കെ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നുവോ അപ്പോഴൊക്കെ മോൺസ്റ്റേഴ്സ് ഈ ഒരു ഭൂമിയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ലോകങ്ങളിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു സ്കൈ ടവർ നമുക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. ഇവർ ഈ ഒരു സ്കൈ ടവറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അടുത്ത ഡ്രാഗൺ വന്നിട്ടുണ്ടായിരുന്നു, ഗോറി മഗാല. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് അതിനെയും ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? നിങ്ങൾ ഇങ്ങനെ ഒരു ലോകത്ത് അകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക? കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.